എന്ത് പറയുന്നു ജൂറി? എന്ത് ശിക്ഷ കൊടുത്താൽ ന്യായമാണ്? ഈ മൗനത്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷ വികാരം ഒരു ശിക്ഷയും അനുകൂലിക്കുന്നില്ല എന്നാണ്. പോട്ടെ, ഇവിടെ ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്നെങ്കിലും ജൂറി അംഗീകരിക്കുന്നുണ്ട്. എന്നാൽ ഭൂരിപക്ഷ വികാരത്തിനെതിരായി മനസാക്ഷിയെ മാത്രം സാക്ഷി നിർത്തി അബ്ദുള്ള മരക്കാർ എന്ന പരമോന്നത ജഡ്ജിക്ക് വിധി പ്രഖ്യാപിച്ചേ മതിയാകൂ. അന്തിമ വിധി. നൂറ്റാണ്ടുകളുടെ ചരിത്രമുറങ്ങിയ പുരാതനമായ വീട്, വിശ്വാസവഞ്ചന കാണിച്ച് പൊളിച്ചു കളഞ്ഞ വീട്, ആ പൊളിച്ചുകളയൽ ആസൂത്രണം ചെയ്തതിനും അതിനായി ഗൂഢാലോചന നടത്തിയതിനും ആ വഞ്ചനയുടെ ഗുണഭോക്താവായതിനും അതിലൂടെ സാമൂഹിക സ്ഥാനം നേടിയതിനും സാമ്പത്തിക ലാഭം കൊയ്തതിനും അതുമൂലമുണ്ടായ ഒരു മരണത്തിനും അത് കാരണം ഒരു കുടുംബം വഴിയാധാരമായി എന്നതിന്റെ ഉത്തരവാദി എന്ന നിലയിൽ വിക്രമൻ നായരുടെ മകൻ വി രാംകുമാർ നായരെ ഈ കോടതി, ദൈവത്തിന്റെ കോടതി, വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ചാകുന്നതിന് മുമ്പ് ചിലതൊക്കെ നീ കാണണം. പ്രാണന് തുല്യം സ്നേഹിക്കുന്നതൊക്കെ കൺമുന്നിൽ തകർന്നു വീഴുന്നത് നീയും കണ്ടനുഭവിക്കണം. പക്ഷേ നിന്റെ അമ്മ 10 കൊല്ലം മുമ്പ് മരിച്ചുപോയി. ഒരുപാട് കഷ്ടപ്പെട്ടു. ക്ഷയമായിരുന്നു. ആ, നല്ലവരെപ്പോഴും അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടേ ചാകത്തുള്ളൂ. നിന്നെ വലിയ ഇഷ്ടമായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു. കൊന്നത് ഞാനാണെന്നും ചത്തത് നീയാണെന്നും മരിച്ചവരറിയാൻ പോകുന്നില്ലല്ലോ ഒരാൾ. പക്ഷെ നീ പേടിക്കണ്ട, നീ നല്ലവനല്ലാത്തതുകൊണ്ട് നീ ഒരിക്കലും കഷ്ടപ്പെട്ട് മരിക്കില്ല. എല്ലാം പെട്ടെന്നായിരിക്കും. അല്ല, മാച്ച് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് കോയിൻ ടോസ് ചെയ്യണ്ടേ പറ്റി? പഴയ ശീലങ്ങളൊക്കെ അങ്ങനെ മറക്കാൻ പറ്റുമോ? ആ, അനങ്ങി പോരുത്. साला नौटंकी खड़ी खड़ी ड्रामा करता है. ബെസ്റ്റ് സാധനം തന്നെ കിട്ടി. യേ ദോസ്തി ഹം നഹീ ഛോഡെംഗേ. നിനക്ക് ഞാൻ ഒരു ചാൻസ് തരാം. ഹെഡ്സ് ഓർ ടെയിൽസ്? ഹെഡ്സ്. ആ, ഹെഡ്സ് വീണാ നിന്നെ ഞാൻ കൊല്ലും. ടെയിൽസ് വീണാ കൊല്ലും. രാമ, നിന്നെ ഞാൻ കൊല്ലണമെന്നാണ് നിന്റെ റെലിക്സ് പോലും പറയുന്നത്. ഹെഡ്സ്, ഡെത്ത് ബൈ റെലിക്സ്, പുരാവസ്തുക്കളാൽ മരണം. The cricket bat used by Kapil Dev when he scored 175. ഇത് ശരിക്കും അന്ന് ആ ഇന്നിങ്സ് ആർക്കും കാണാൻ പറ്റിയിട്ടില്ല. BBC സ്ട്രൈക്കർ. പക്ഷെ ഇന്ന് ആ വെടിക്കെട്ട് ഇന്നിങ്സിന്റെ ഹൈലൈറ്റ്സ് നിങ്ങൾ ലൈവായി കാണും. അല്ല, ഈ ക്രിക്കറ്റ് കളി ആവുമ്പോ ഒരു ബോള് വേണമല്ലോ. ബോൾ തകർത്ത് കളഞ്ഞെന്റെ രാജകൊട്ടാരത്തിന്റെ ആണിക്കൽ അത് തന്നെ ആവട്ടെ ഇന്നത്തെ നമ്മുടെ ക്രിക്കറ്റ് ബോൾ.
ഡാ പോറ്റെ, നീ ബോളേ. നിനക്ക് ഓർമ്മയുണ്ടടാ, പണ്ട് ഇവന്മാര് നിനക്കൊരിക്കലും ബോളിങ്ങും ബാറ്റിങ്ങും തരില്ല. നീ എപ്പോഴും അമ്പയർ, പോറ്റി ബേർഡ്. ഇന്ന് നീ ബോളിംഗ്, ഞാൻ ബാറ്റിംഗ്, അവൻ അമ്പയർ. ആ, ഇത് നമ്മുടെ സ്റ്റംപ്സ്. എറിയടാ. ഇപ്പൊ അറിയാം ഇത് ഒറിജിനൽ കപിൽ ദേവിന്റെ ഐറ്റം ആണോ അതോ സദാം ഹുസൈന്റെ വൈൻ പോലെ ഉടായ്പാണോ എന്ന്. ഓക്കെ, ഫസ്റ്റ് ബോൾ. ഇത് ഒറിജിനൽ തന്നെ. മറ്റവനും കൂടെ വേണമായിരുന്നല്ലേ, കല്യാൺ മേനോൻ. എവിടാ അവൻ? അവൻ പോലീസിലാ, DIG ഇപ്പൊ വരും. സാരമില്ല, പോലീസല്ലേ. ഗബ്ബർ സിംഗ് ചത്തിട്ടേ വരൂ. അവനും ഇത് പാട്ടുകളാ, എന്നോടുള്ള കളി പോലല്ല. രാമ, ഈ കഥയിൽ നിന്റെ അച്ഛൻ ധൃതരാഷ്ട്രായിരുന്നെങ്കിൽ മേനോൻ വക്കീൽ ശകുനി, നീ ദുര്യോധനനാണെങ്കിൽ അവൻ ദുശാസനൻ. അതുകൊണ്ട് ആദ്യം നിന്റെ തൊട ഞാൻ അടിച്ചു പൊളിക്കും, എന്നിട്ട് അവന്റെ മാറ് പിളർക്കും. പോറ്റെ, സ്കോർ പറടാ. 6.